ഹായ് ഹലോ മോംസ് വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു മുട്ട വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ അകത്ത് ഈ മുട്ട വറുത്തത് വെച്ച് റോൾ ചെയ്തതിന് ശേഷം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ മാത്രം മതിയാവും. ഞാനൊരു 2 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വലിയ അല്ലി വെളുത്തുള്ളി. ചെറുതാണെങ്കിൽ ഒരു 6 അല്ലി വരെ എടുക്കാം. അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. അതിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് വേണം ഇതെല്ലാം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സവാള നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കുകൾ തരാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ മുട്ട വീഴുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് മുട്ട കിട്ടത്തക്ക രീതിയിലൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം, സിമ്മിലിട്ട് വേണം ഇതാക്കാൻ കേട്ടോ. ഒരുപാട് തീ വയ്ക്കരുത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ട നമ്മുടെ മുട്ടയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ നെടുകയും കുറുകയും ഒന്ന് വരഞ്ഞെടുക്കുമ്പോൾ ചെറിയ പീസായിട്ട് കിട്ടും. ഇതങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി എടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. ആവശ്യത്തിനുള്ള എരിവും എല്ലാം ഇതിലുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഈ മല്ലിയിലയുടെയും ഇതിൻ്റെയൊക്കെ മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ മക്കൾക്ക് കൊടുത്തുവിടുമ്പോൾ ചപ്പാത്തിക്കകത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്ത് കൊടുത്തുവിടുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇതിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരും. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.